അങ്ങനെ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുകയാണ്. ആദ്യം തമിഴ്നാട് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് DMK ഫറ നിലനിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പീപ്പിൾസ് പൾസ് പറയുന്നത് DMKക്ക് 125 മുതൽ 145 വരെ സീറ്റും AIADMKക്ക് 65 മുതൽ 80 സീറ്റ് വരെയും നമ്മുടെ അണ്ണൻ്റെ TVക്ക് 18 മുതൽ 24 സീറ്റ് വരെ പിടിക്കുമെന്നാണ്. മാട്രിക്സ് സർവേ പറയുന്നത് DMK 122 മുതൽ 132 സീറ്റ് വരെയും AIADMK 87 മുതൽ 100 വരെയും TVക്ക് 10 മുതൽ 12 വരെ സീറ്റ് പിടിക്കുമെന്നാണ്. അതേപോലെ PMAR സർവേ പറയുന്നത് DMK 125 മുതൽ 145 സീറ്റ് വരെ പിടിച്ച് അധികാരത്തിൽ വരുമെന്നാണ്. AIADMK 65 മുതൽ 85 സീറ്റ് വരെയും TVക്ക് 16 മുതൽ 26 സീറ്റ് വരെയും പിടിച്ച് അധികാരത്തിൽ വരുമെന്നാണ്. അതേപോലെ ടുഡേസ് ചാനക്ക DMKക്ക് പ്രവചിക്കുന്നത് 145 മുതൽ 160 സീറ്റ് വരെയും AIADMKക്ക് 50 മുതൽ 60 സീറ്റ് വരെയും TVക്ക് 18 മുതൽ 26 സീറ്റ് വരെയും പ്രവചിക്കുന്നു. എന്താ അല്ലേ, തമിഴ്നാട് ഇത്തവണ ടൈറ്റാണ്, എന്ത് സംഭവിക്കാം. ഒരുപക്ഷെ AIADMK വിജയിച്ചാൽ NDAക്ക് അധികാരം കിട്ടുന്ന ഒരു സ്റ്റേറ്റായി മാറുകയാണ് തമിഴ്നാട്. അസമിലോട്ട് പോയാൽ അസമിൽ NDA 88 മുതൽ 100 സീറ്റ് വരെ പിടിച്ച് അധികാരത്തിൽ വരുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നത്. കോൺഗ്രസ് 24 മുതൽ 36 സീറ്റ് വരെ പിടിക്കുമെന്നും മറ്റുള്ളവർ 0 മുതൽ 3 സീറ്റ് വരെ പിടിക്കുമെന്നും. അതേപോലെ CNN ന്യൂസ് 18 സർവേ പറയുന്നത് 90 മുതൽ 80 സീറ്റ് വരെ NDAയും 23 മുതൽ 33 സീറ്റ് വരെ കോൺഗ്രസും മറ്റുള്ളവർ 0 മുതൽ 6 വരെ സീറ്റ് പിടിക്കുമെന്നാണ് CNN ന്യൂസ് 18 സർവേ പറയുന്നത്. അത് മാട്രിക്സ് സർവേ പറയുന്നത് NDA 85 മുതൽ 90 സീറ്റ് വരെയും കോൺഗ്രസ് 25 മുതൽ 32 സീറ്റ് വരെയും മറ്റുള്ളവർ 6 മുതൽ 12 സീറ്റ് വരെയും പിടിക്കുമെന്നാണ്. അതേപോലെ പോൾ ഡയറി പറയുന്നത് NDA 86 മുതൽ 101 സീറ്റ് വരെ പിടിക്കുമെന്നും കോൺഗ്രസ് 15 മുതൽ 26 സീറ്റ് വരെ പിടിക്കുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും പിടിക്കില്ല എന്നാണ് പോൾ ഡയറി സർവേ പറയുന്നത്. ഇത് മനസ്സിലാക്കുന്ന ആസാം നേരത്തെ BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അവിടെ മറ്റൊരു റിസൾട്ട് ഈ ഒരു റിസൾട്ട് തന്നെയായിരിക്കും വരുന്നത്. അവിടെ BJP ശക്തമാണ്. അതേപോലെ മറ്റൊരു സംസ്ഥാനമാണ് നമ്മുടെ ദീദിയുടെ പശ്ചിമ ബംഗാൾ. എല്ലാവരും വിചാരിച്ചിരുന്നത് അവിടെ ദീദി തന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ TMCയുടെ മമതാ ബാനർജിയുടെ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഈ എക്സിറ്റ് പോൾ മറിച്ചാണ് ഫലം നൽകുന്നത്. PMAR സർവേ പറയുന്നത് TMC 118 മുതൽ 38 സീറ്റ് വരെയും NDA 150 മുതൽ 175 സീറ്റ് വരെയും മറ്റുള്ളവർ 2 മുതൽ 6 വരെ സീറ്റ് പിടിക്കുമെന്നാണ്. മാട്രിക്സ് സർവേ പറയുന്നത് TMC 125 സീറ്റ് മുതൽ 140 സീറ്റ് വരെയും NDA 146 സീറ്റ് മുതൽ 161 സീറ്റ് വരെയും മറ്റുള്ളവർ 6 മുതൽ 10 സീറ്റ് വരെയും പിടിക്കുമെന്നാണ്. അപ്പോൾ അവിടെയും BJP അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. പോൾസ് ഡയറി പറയുന്നത് TMCക്ക് അതായത് തൃണമൂൽ കോൺഗ്രസിന് 99 മുതൽ 177 സീറ്റ് വരെയും NDAക്ക് 142 മുതൽ 171 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 0 മുതൽ 3 സീറ്റ് വരെ കിട്ടുമെന്നാണ് പറയുന്നത്. സ്ട്രാറ്റജീസ് എന്ന ചാനൽ പറയുന്നത് TMCക്ക് 130 മുതൽ 140 വരെ സീറ്റ് ലഭിക്കുമെന്നും NDAക്ക് 150 മുതൽ 160 സീറ്റ് വരെ പിടിക്കുമെന്നും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും പിടിക്കുകയില്ലെന്നാണ് പറയുന്നത്. അതായത് TMCക്കാണ് അവർ അധികാരം നൽകുന്നത്, അതായത് NDAക്കാണ് നേരിയ മാർജിൽ അധികാരം നൽകുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ റിസൾട്ട് ആവണമെന്നില്ല. ഒരുപക്ഷെ TMCയുടെ അധികാരത്തിൽ വന്നേക്കാൻ. കാര്യം അത്രയ്ക്ക് ശക്തമാണ് TMCയുടെ വോട്ട് ബാങ്ക് ബംഗാളിൽ. മൈഗ്രൻ്റ് വോട്ടേഴ്സും ഇല്ലീഗൽ വോട്ടേഴ്സും ഒരുപാടുണ്ട്. എന്നാൽ SIRന് ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അമിത്ഷാ അവിടെ വന്ന് ക്യാമ്പയിൻ ചെയ്ത സ്റ്റേറ്റും കൂടെയാണ് പശ്ചിമ ബംഗാൾ. എന്ത് മാറ്റവും വന്നേക്കാം പശ്ചിമ ബംഗാളിൽ. ഒരുപക്ഷെ BJP അധികാരത്തിൽ വന്നേക്കാം, അല്ലെങ്കിൽ TMC വീണ്ടും അധികാരം നിലനിർത്തിയേക്കാം. അതേപോലെ കേരളത്തിലെ ഫലം നോക്കുകയാണെങ്കിൽ മുൻപ് എല്ലാ അഭിപ്രായ സർവേകളും UDFന് അനുകൂലമായാണ് പറഞ്ഞത്. ഈ എക്സിറ്റ് പോളിനും അതിന് മാറ്റമൊന്നുമില്ല. UDF തന്നെ അധികാരത്തിൽ വരുമെന്നാണ് സർവേകൾ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ 72 മുതൽ 84 സീറ്റ് വരെയും JVC ടൈംസ് നൗ പ്രവചിക്കുന്നത് UDFന് 72 മുതൽ 84 സീറ്റ് വരെയും LDFന് 52 മുതൽ 61 സീറ്റ് വരെയും NDAക്ക് 3 മുതൽ 7 സീറ്റ് വരെയുമാണ് പറയുന്നത്. അതേപോലെ NDTV സർവേയിൽ പറയുന്നത് UDFന് 75 മുതൽ 85 സീറ്റ് വരെയും LDFന് 55 മുതൽ 65 സീറ്റ് വരെയും NDAക്ക് 0 മുതൽ 3 സീറ്റ് വരെയും ലഭിക്കുമെന്നാണ്. അതേപോലെ തന്നെ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ പറയുന്നത് UDFന് 78 മുതൽ 90 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരുമെന്നും LDF 49 മുതൽ 62 സീറ്റ് വരെ നേടുമെന്നും NDA 0 മുതൽ 3 സീറ്റ് വരെ നേടുമെന്നാണ്. അതേപോലെ ടുഡേസ് ചാണക്യ പറയുന്നത് UDF 72 മുതൽ 80 സീറ്റ് വരെയും LDF 60 മുതൽ 65 സീറ്റ് വരെയും NDA 3 മുതൽ 7 വരെ സീറ്റ് പിടിക്കുമെന്നാണ്. ഇവിടെയും LDF അധികാരത്തിൽ വരും, ഇവിടെയും UDF അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. എന്നാൽ നേരിയ വ്യത്യാസത്തിലാണ്. നമ്മൾ നോക്കിയാൽ അറിയാം. LDFന് അങ്ങനെ എഴുതിത്തള്ളാൻ സാധിക്കില്ല. ഒരുപക്ഷെ LDF അധികാരം നിലനിർത്തിയേക്കാം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകകക്ഷിയെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അവർക്ക് അധികാരം നിലനിർത്താവുന്നതാണ്. ഇതാണ് ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം റിസൾട്ടിനായി.